ഇത് നമ്മുടെ കൂർക്കയാണ് കേട്ടോ. കൂർക്ക നമുക്ക് ഇത് എന്താ പറയുക, തോല് കളയാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാറ് വെച്ചാൽ കൂർക്ക നോക്കൂ, കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിനെ ഒന്ന് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു പ്രാവശ്യം വിസിലടിച്ചാൽ മതി. അതിന് ശേഷം നമ്മളിങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എളുപ്പത്തിൽ തോലെടുക്കാം കേട്ടോ. അല്ലേ, എന്ത് എളുപ്പമല്ലേ. അല്ലെങ്കിൽ എത്ര നമുക്ക് നോക്കൂ, ഇങ്ങനെ കൈകൊണ്ട് എടുക്കാം. കൈകൊണ്ട് നോക്കൂ, ഇങ്ങനെ എടുത്താൽ തോലുരിഞ്ഞു നോക്കൂ. പിന്നെ അതിനെ കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ചിലപ്പോൾ ചിലവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് 2-3 പ്രാവശ്യം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണു. എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കഴിക്കാൻ ഭയങ്കര പണിയല്ലേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് വലിയ കൂർക്ക കിട്ടി അതിൽ നല്ല രസം. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രാവശ്യം വിസിലടിപ്പിക്കാം, എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നോക്കൂ, 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കൂർക്ക റെഡി. ഇനി ഇതിനെ ഒന്ന് നമ്മൾ ഉള്ളിയും മുളകും ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണയിൽ കുരുമുളക് എന്താ പറയുക, കടുകും കരുവേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് ഞാൻ കുറച്ചൊരു ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഒന്ന് ആവി കയറ്റിയത്. അപ്പോൾ അത് ഉപ്പുണ്ട് അതിൽ, കുറച്ചൊക്കെ ഉള്ളിൽ വരെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ കുറച്ച് അധികമായിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്താൽ മതി. നോക്കുക, എത്ര എളുപ്പമാണ് കൂർക്ക ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള കൂർക്കപ്പേരി തയ്യാർ.